നീ പുറത്തു പോകുമ്പോൾ മാസ്ക് ധരിക്കുന്നതാണ് നല്ലത്. പിന്നെ നീ പുറത്തു പോയിട്ട് വീട്ടിലോട്ട് തിരിച്ചു വന്നാൽ അപ്പോൾ തന്നെ സോപ്പ് ഉപയോഗിച്ച് കൈ നന്നായിട്ട് കഴുകുന്നതാണ് നല്ലത്. ആണ് നല്ലത്. ഹൗ ക്യാൻ വി സേ ദിസ് ഇൻ ഇംഗ്ലീഷ്? യെസ്, വി ആർ ഗോണ ഡിസ്കസ് ദിസ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോഴാണ് വി ബ്രിങ് ഔട്ട് ദ യൂസേജ് ഹാഡ് ബെറ്റർ. ഹാഡ് ബെറ്റർ. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഒരാളോട് പറയണം എനിക്ക് പനിയുണ്ട്, അതുകൊണ്ട് ഞാൻ ഡോക്ടറെ കാണിക്കുന്നതാണ് നല്ലത്. എനിക്ക് എങ്ങനെ പറയാം? I have fever, so I had better consult a doctor. Now second example, ഞാൻ മുന്നേ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാൻ പോവാണ്. നീ പുറത്തു പോകുമ്പോൾ മാസ്ക് ധരിക്കുന്നതാണ് നല്ലത്. എങ്ങനെ പറയാം? You had better wear a mask when you go outside. അപ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് നല്ലത് had better അല്ലേ? അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? It's very simple. Had better plus not. ജസ്റ്റ് അതിന്റെ കൂടെ നോട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എങ്ങനെ പറയാം? ഹാഡ് ബെറ്റർ നോട്ട്. ഹാഡ് ബെറ്റർ നോട്ട്. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഫേസിൽ ഒരുപാട് പിമ്പിൾസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറയാറുണ്ട് നീ ഓയിലി ഫുഡ് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത് നമുക്ക് എങ്ങനെ പറയാം? യു ഹാഡ് ബെറ്റർ നോട്ട് ഹാവ് ഓയിലി ഫുഡ്. Now second one, എനിക്ക് ഒരാളോട് പറയണം നിന്റെ എക്സാംസ് അടുത്തോണ്ടിരിക്കല്ലേ, അപ്പൊ നീ ഫോണിൽ കളിക്കുന്ന അല്ലെങ്കിൽ ഫോണിൽ സമയം വേസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എങ്ങനെ പറയാം? Your exams are approaching, so you had better not waste your time on phone. It's a very simple usage. അപ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയുമ്പോൾ എങ്ങനെ പറയാം? had better. ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എങ്ങനെ പറയാം? had better not. ഒരു പേഴ്സണോട് അഡ്വൈസ് അല്ലെങ്കിൽ ഒരു സജഷൻ കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയ യൂസേജ് ആണിത്. So you had better apply this in your language and make a great difference. Okay guys, bye. Take care.